സമീർ താഹിർ വലിച്ചിരിക്കുകയാണ്. വലിപ്പം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ്. ഒന്ന് പോലീസ് പിടിച്ചതിൻ്റെ ഒരു വലിപ്പമുണ്ട്, മറ്റൊന്ന് നല്ലതുപോലെ വലിച്ചു കയറ്റിയതിൻ്റെ ഒരു വലിപ്പമുണ്ട്. ഇപ്പോൾ 3 പേരെയാണ് ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് പോലീസ് എക്സൈസ് പിടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സിനിമാ മേഖലയിൽ മട്ടാഞ്ചേരി മാഫിയയുടെ സാന്നിധ്യം നേരത്തെ ഒരു തമിഴ് പാട്ടുകാരി സുചിത്ര പറഞ്ഞത്, അഭിനേത്രിയാണ് അവർ പറഞ്ഞത്, ഈ ഗഞ്ച റിമയുടെ, അതായത് റിമ കല്ലിങ്ങലിൻ്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്ന പെൺകുട്ടികൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് അവരെ ചോക്ലേറ്റിനുള്ളിൽ ഈ ലഹരി വസ്തുക്കൾ കൊടുത്ത് അവരെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. പല പാർട്ടികളിലും ഈ ലഹരിയുടെ ഇടപാടുകളുണ്ട്. അതേക്കുറിച്ച് പിന്നീട് ആരും അന്വേഷിക്കുന്നതോ ആരെയും ചോദ്യം ചെയ്യുന്നതോ പ്രാഥമികമായ ഒരു കേസ് എടുക്കുന്നതോ നമ്മൾ ആരും കണ്ടിട്ടില്ല. കാരണം ഇവരുടെയൊക്കെ പിടിപാട് എത്രത്തോളം വലുതാണ് എന്നുള്ളത് അതിൽ തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. അതിനുശേഷം ശ്രീനാഥ് ഭാസി, പ്രയാഗ മാർട്ടിൻ, പിന്നീട് ഷൈൻ ടോം ചാക്കോ, ഇവരെയൊക്കെ ഇതിൻ്റെയൊക്കെ പേരിൽ തവണ ചോദ്യം ചെയ്യലൊക്കെ നടത്തി. പിന്നീട് പ്രയാഗ മാർട്ടിനെയൊക്കെ വെറുതെ വിടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സിനിമാ മേഖലയിലെ ലഹരി അതിങ്ങനെ വളരെ വ്യാപകമായി എന്താ പറയുക, സമൂഹത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ലഹരി കിട്ടാത്തതിൻ്റെ പേരിൽ പലപ്പോഴും സിനിമാ സെറ്റുകളിൽ എത്താത്ത പല യുവനടന്മാരെക്കുറിച്ചും ഇതിനു മുൻപേ വാർത്തകൾ വന്നിട്ടുണ്ട്. പലരും ഡിപ്രഷനാകുന്നത് ഭർത്താവിൻ്റെ ലഹരിയുടെ അടിമത്വം സഹിക്കാനാകാതെ എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഈ ലഹരി എവിടെ നിന്ന് വരുന്നു, ഇവർക്ക് എങ്ങനെ കിട്ടുന്നു? തസ്ലീമ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അവരുടെ ഫോൺ പരിശോധിച്ചപ്പോൾ മലയാള സിനിമയിലുള്ള ഒട്ടുമിക്ക നടന്മാരുടെയും നമ്പറുകളും ചില നടിമാരുടെ നമ്പറുകളുടെ ഒക്കെ അവരുടെ ഫോണിലുണ്ട്. പലരുമൊക്കെ പണം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പലർക്കും ലഹരി ഇവർ കൈമാറ്റം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നു. കഴിഞ്ഞ ദിവസമാണ് ഷൈൻ ടോം ചാക്കോയെ ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ചെയ്തതും പിന്നീട് വിട്ടയച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്താണ് ഈ സിനിമാ മേഖലയിൽ സംഭവിക്കുന്നത്? ഇവിടെ ഇവർക്കെതിരെ ഇവർക്ക് എന്ത് തോന്നിവാസവും തെണ്ടിത്തരവും കാണിക്കാമോ, എന്ത് ലഹരി വേണമെങ്കിലും ഉപയോഗിക്കാൻ, ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം ചെന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ്. പുതിയതായി പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷറഫ് ഹംസയും കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായത് എക്സൈസിന്റെ രഹസ്യാന്വേഷണ മികവ് എന്നതാണ് പുറത്തു വരുന്നത്. സിനിമയ്ക്കുള്ളിലെ ചിലരെ തന്നെ വിവരശേഖരണത്തിന് എക്സൈസ് ചുമതലപ്പെടുത്തിയിരുന്നു. ഇവർ നൽകിയ കൃത്യമായ വിവരമാണ് നിർണായകമായത്. ഈ അറസ്റ്റോടെ ഈ ലഹരി ഉപയോഗിക്കുന്ന സിനിമാക്കാർ എല്ലാം അങ്കലാപ്പിലാണ്. നേരത്തെ ഷൈൻ ടോം ചാക്കോയുടെ ഹോട്ടൽ റെയ്ഡിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും പോലീസിന് കിട്ടിയ രഹസ്യ വിവരമാണ്. അതായത് സിനിമയ്ക്കകത്തുള്ള ചിലർ രഹസ്യമായി പോലീസിനെയും എക്സൈസിനെയും ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ പേര് പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ സഹായിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാവുന്നത്. സിനിമയ്ക്കുള്ളിൽ തന്നെ ഒറ്റുകാറുണ്ടെന്ന് മട്ടാഞ്ചേരി മാഫിയ തിരിച്ചറിയുന്നു. ഇപ്പോൾ ലഹരിയും മയക്കുമരുന്നും കിട്ടുന്ന പ്രയാസമാണെന്ന് ഷൈൻ ടോം ചാക്കോ പോലീസിനോട് പറഞ്ഞിരുന്നു. പോലീസിൻ്റെയും എക്സൈസിൻ്റെയും നീക്കങ്ങളാണ് ഈ സെറ്റുകളിൽ നിന്ന് ലഹരി വസ്തുക്കളെ അകറ്റുന്നത്. ഇതിനിടെയാണ് 2 സംവിധായകരെ എക്സൈസ് സർജിക്കൽ സ്ട്രൈക്കിലൂടെ പൊക്കുന്നത്. മട്ടാഞ്ചേരി മാഫിയയിലെ പ്രധാന കണ്ണിയാണ് ഇവർക്ക് ലഹരി എത്തിച്ചു നൽകിയതെന്നും സൂചനയുണ്ട്. അതീവ രഹസ്യമായിട്ടായിരുന്നു എക്സൈസിൻ്റെ നീക്കങ്ങളൊക്കെ. ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിനിടെ ഇവരടക്കം 3 പേരാണ് എക്സൈസിൻ്റെ പിടിയിലായത്. ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് മിന്നൽ പരിശോധനയിൽ പിടിയിലായത്. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസിൻ്റെ പരിശോധന. ഇവർ പിടിയിലായ ഫ്ളാറ്റിൽ ലഹരി വസ്തുക്കളും മറ്റ് ലഹരി ഉപയോഗിക്കുന്നതിനായി ഉണ്ടാക്കിയ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഇവർ സ്ഥിരം ആളുകൾ ഒത്തുകൂടാറുണ്ടെന്നാണ് എക്സൈസിന് ലഭിച്ച വിവരമായി ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. സംവിധായകൻ തന്നെയായ സമീർ താഹിറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഫ്ളാറ്റ്. ഗോശ്രീ പാലത്തിന് സമീപമുള്ള പൂർവ്വ ഗ്രാൻഡ് വേയിലുള്ള 560 ഫ്ളാറ്റിൽ നിന്നാണ് 506 ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. പിടിയിലായ ഖാലിദ് റഹ്മാനും അഷറഫ് ഹംസയും 4-5 വർഷമായി സ്ഥിരമായി ലഹരി ഉപയോഗിച്ചിരുന്നവരാണെന്നും എക്സൈസ് പറയുന്നു. ഇവർക്ക് ഇത് നൽകിയവരെ കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് തുടരന്വേഷണം ഉണ്ടാകും. 1.6 ഗ്രാമാണ് ഈ സംവിധായകരിൽ നിന്ന് പിടികൂടിയത്. അളവിൽ കുറവായതിനാൽ ഇവർക്ക് സ്റ്റേഷൻ ലാമ്യം ലഭിച്ചിട്ടുണ്ട്. എങ്കിലും ഇത് ഉപയോഗിക്കുന്ന സിനിമാക്കാർക്ക് ഈ റെയ്ഡും അറസ്റ്റും ഒരു പാഠമാണ്. ആലപ്പുഴയിലെ റിസോർട്ടിൽ നിന്ന് ഹൈബ്രിഡ് ലഹരി പിടിയിലായ തസ്ലീമ സുൽത്താന എന്ന സ്ത്രീയും ഭർത്താവും സിനിമാ മേഖലയിലുള്ളവർക്ക് ഇത് വിതരണം ചെയ്തിരുന്നതായി നേരത്തെ തന്നെ എക്സൈസ് സംഘം കണ്ടെത്തിയിരുന്നു.
കൊച്ചിയിൽ പിടിയിലായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും ഇവരുമായി ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ച് വ്യക്തമല്ല. ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിക്കും. ആലപ്പുഴ ജിംഖാന, തല്ലുമാല തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ് പിടിയിലായ ഖാലിദ്. തമാശ, ഭീമന്റെ വഴി തുടങ്ങിയ സിനിമകളുടെ സംവിധാനമാണ് അഷ്റഫ് ഹംസ. രണ്ടുപേരും സൂപ്പർ ഹിറ്റുകളുടെ തമ്പുരാന്മാരാണ്. സംഭവത്തിൽ വിശദമായ തുടരന്വേഷണം നടത്തുമെന്ന് എറണാകുളം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ KP പ്രമോദ് പറയുന്നുണ്ട്. സംവിധായകർക്ക് ഇത് എത്തിച്ചയാളെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷിച്ച് അയാളെ കണ്ടെത്തുമെന്നും അദ്ദേഹം പറയുന്നു. വിതരണം ചെയ്തയാളെ കേന്ദ്രീകരിച്ചടക്കം വിശദമായ അന്വേഷണം നടത്തും. രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധനയെന്നും സംവിധായകരടക്കം 3 പേരാണ് ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നതെന്നും ഇവരാണ് ഇത് ഉപയോഗിക്കാനുള്ള ശ്രമം നടത്തിയതെന്നും അതിനിടെയാണ് പിടികൂടിയതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. തുടർന്ന് നിയമപരമായ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ലഹരി പിടിച്ചെടുക്കുകയും കസ്റ്റഡിയിലെടുക്കുകയും എക്സൈസ് ഓഫീസിൽ എത്തിക്കുകയുമായിരുന്നു. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടുകയായിരുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് ജാമ്യത്തിൽ വിട്ടത്. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ലഹരിയാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. 1.6 ഗ്രാം കണ്ടെത്തിയിരുന്നു. ജാമ്യം നൽകാവുന്ന കേസായതിനാലാണ് വിട്ടയച്ചത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തും. സിനിമാക്കാരല്ല, ഏത് മേഖലയിലായാലും ഇത് ഉപയോഗം തെറ്റാണ്. അതിനെതിരെ എക്സൈസ് എല്ലാ മേഖലയിലും ശക്തമായ പരിശോധന തുടരും. ഇപ്പോൾ ഹൈബ്രിഡ് ലഹരി ഇവിടെ വ്യാപകമാകുന്നുണ്ട്. അത് നാടിന് വളരെ ദോഷം ചെയ്യുന്നതാണ്. വിദേശത്തു നിന്നടക്കമാണ് ഇതിവിടെ എത്തുന്നത്. ഉറവിടം കണ്ടെത്താനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് എക്സൈസ് ഇൻസ്പെക്ടർ പറയുന്നത്. ഓപ്പറേഷൻ ഗോ സിയയ്ക്ക് സമാനമായ ഓപ്പറേഷൻ എക്സൈസ് വരും ദിവസങ്ങളിലും തുടരും. മട്ടാഞ്ചേരി മാഫിയയിലേക്ക് അന്വേഷണം കൊണ്ടുപോകാനാണ് എക്സൈസിന്റെ തീരുമാനം എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് വളരെ വിപുലമായി തന്നെ സിനിമാ മേഖലയിൽ ഇതിൻ്റെ ഉപയോഗം കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സിനിമാ മേഖലയെ സംബന്ധിച്ചുള്ള ഇവരൊക്കെ എന്താ പറയുക, പ്രഭയിൽ മുങ്ങി നിൽക്കുന്നവരാണ്. ഇപ്പം ഇവരൊക്കെ എന്തുപയോഗിച്ചാലും ഇതൊന്നും ചോദ്യം ചെയ്യാൻ ആളില്ല. ഇപ്പോൾ പുറത്താണെങ്കിൽ ചെറിയ ചെറിയ ഈ ഗ്രാമുകൾ ഉപയോഗിക്കുന്നവരെയൊക്കെ പോലീസ് പിടിക്കുന്നു, അത് വാർത്തകളാകുന്നു. അത് പിന്നീട് അതിന് എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ല. ഈ ഗ്രാമൊക്കെ കുറച്ച് വച്ചാൽ കുറച്ച് ഉപയോഗമൊക്കെയാണ് കയ്യിൽ ഈ ലഹരി വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവരെ ജാമ്യത്തിൽ വിടുന്ന ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് കയ്യിലൊക്കെ കരുതുന്നവരാണ് ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം സിനിമാ മേഖലയിൽ ഇത് വലിയ രീതിയിൽ ഉപയോഗമുണ്ട് എന്ന് പല നടന്മാരും ഇതിൻ്റെ അടിമകളാണ്. പലരും സമയത്തിന് സെറ്റിലെത്തുന്നില്ല, ഷൂട്ടിങ് പകുതി വെച്ച് മുടങ്ങുന്നു, പലരും ബോധരഹിതരായി കിടക്കുന്നു. വെളുപ്പിന് 3 മണിക്ക് 4 മണിക്കും ഒക്കെ സംവിധായകനെ വിളിച്ചിട്ട് ഈ ലഹരി വേണമെന്ന് പറയുന്ന നടന്മാരെയൊക്കെ കുറിച്ച് പലരും പലപ്പോഴും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് വളരെ വ്യാപകമാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല, ഉപയോഗിച്ച പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് വേറൊരു ലോകത്തേക്ക് തന്നെ ഇത് കൊണ്ടുപോകുമെന്നാണ്. എന്തായാലും ഇതിൻ്റെ ഉപയോഗം വളരെ ദോഷമാണ് മനുഷ്യനുണ്ടാക്കുന്നത്. മനുഷ്യൻ്റെ അവസ്ഥയെ വളരെ മോശം രീതിയിലേക്ക് കൊണ്ടുപോകും. നമുക്കറിയാം, കുടുംബത്തിൽ അമ്മമാർ വരെ മക്കളെ ഭയന്ന് ജീവിക്കുന്ന ഒരവസ്ഥ. മക്കൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് അമ്മമാരെ കൊല്ലുക, അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരെ ദ്രോഹിക്കുക, ശാരീരികമായും മാനസികമായും കൂടപ്പിറപ്പുകളെ വരെ ഉപദ്രവിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരെ പോകുന്നുണ്ട്. അപ്പോൾ കഴിവതും എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ട്. അതിലപ്പുറം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇതെവിടെ നിന്ന്, ആരിൽ നിന്ന് എത്തുന്നു എന്നുള്ളതാണ്. അവിടെ വേണം ആദ്യത്തെ അന്വേഷണം നടക്കേണ്ടത്. അവിടെ നിന്ന് വേണം ഇതിൻ്റെ ഉപയോഗം ഇല്ലാതാക്കി തുടങ്ങേണ്ടത്, ഇതിൻ്റെ വരവില്ലാതാക്കി തുടങ്ങേണ്ടത് എന്നുള്ളതാണ്. എന്തെങ്കിലും നമ്മുടെ മുന്നിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന പലരും ഇതിനൊക്കെ അടിമകളാണ് എന്നറിയുമ്പോൾ അത്ഭുതം തോന്നുന്നു എന്നുള്ളതാണ്.